ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ ചർമ്മത്തിൽ അല്ലെങ്കിൽ സ്കിന്നിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. നമുക്ക് പ്രധാനമായി 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് എക്സ്ഫോളിയേഷൻ മാസ്കിലെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അതിന്റെ മുടി ആദ്യം ഇങ്ങനെ ഇരുന്ന് വെച്ചത് ആ ഒരു മുടിയിൽ നിന്ന് ഈ ഇങ്ങനെ കാണുന്ന മുടിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുടിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ എല്ലാവരും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഓയിൽ പ്രിപ്പയർ ചെയ്ത് അതിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഹെയർ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ പറഞ്ഞ പോലെയുള്ള ഓൾട്ടർനേറ്റീവ്സ് വെച്ച് അവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ പ്രോസസ്സ്. നമ്മുടെ ചർമ്മത്തിൽ അല്ലെങ്കിൽ സ്കിന്നിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ഫോളിയേഷൻ. നമ്മുടെ ഹെയർ റൂട്ട് തുടങ്ങുന്ന സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഈ ഒരു സ്കാൽപ്പ് എക്സ്ഫോളിയേഷന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, നമ്മുടെ സ്കാൽപ്പിലെ ക്ലോഗ്ഡ് പോർസ് ഒക്കെ ഓപ്പൺ ചെയ്ത്, അതായത് അടഞ്ഞ സുഷിരങ്ങളൊക്കെ തുറന്ന് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. രണ്ടാമതായിട്ട്, നമ്മൾ പഠിക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ താരൻ, അഴുക്ക്, പൊടി, അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവയെല്ലാം നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. യഥാസമയമുള്ള ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ വഴി നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. മൂന്നാമതായിട്ട്, നമ്മുടെ സ്കാൽപ്പിൽ വേർപ്പും അഴുക്കൊക്കെ അടിഞ്ഞുകൂടി ഇച്ചിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇച്ചിങ്ങിനെയൊക്കെ ഒരു പരിധി വരെ ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. സ്കാൽപ്പ് എക്സ്ഫോളിയേഷന്റെ അടുത്ത ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹെയർ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന ഡേർട്ടിനെയും കെമിക്കൽസിനെയും ഒക്കെ നീക്കം ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്ത് ആക്കുകയും അതുവഴി നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞവയൊക്കെയാണ് സ്കാൽപ്പ് എക്സ്ഫോളിയേഷന്റെ പ്രധാന ഗുണങ്ങൾ. നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേഷന് നമുക്ക് പ്രധാനമായി 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിൽ, ഈ 4 ഇൻഗ്രീഡിയൻസ് കൂട്ടിയാണ് നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് പഞ്ചസാര, രണ്ടാമത് കാപ്പിപ്പൊടി, മൂന്നാമതായിട്ട് പാല്, പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയ ആ ഹെയർ ഓയിൽ. അങ്ങനെ ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചെയ്ത പോലെ തലയിൽ ഹെയർ ഓയിലൊക്കെ ഇട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് ശരിക്കും മസാജ് ചെയ്ത് കെട്ടി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ആദ്യം ഹെയർ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് പ്രിപ്പയർ ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പാല്, പഞ്ചസാര, കാപ്പിപ്പൊടി, പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയ ഈ ഓയിൽ. ആദ്യമേ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ പാലാണ്. അടുത്തതായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രൂവിൻ്റെ 2 രൂപയുടെ കോഫി പൗഡറാണ്, അത് 2 പാക്കറ്റ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അടുത്തതായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയ ഓയിൽ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കി അധിക നേരം നമുക്ക് വെക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ പഞ്ചസാരയൊക്കെ ഉള്ളതാണ്, അലുത്ത് പോകും. അപ്പോൾ നമ്മൾ പഞ്ചസാര
ഇട്ട് കഴിഞ്ഞിട്ട് അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു സ്ക്രബായിട്ടാണ് ഇത് ആക്ട് ചെയ്യണത്. അത് അലുത്ത് പോകും. അപ്പോൾ നല്ല സ്ക്രബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്കിൽ ആഡ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും യൂസസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ മുടി സ്പ്ലിറ്റ് എടുത്തിട്ട് പതുക്കെ സ്ക്രബ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിത് മെയിൻലി കൂടുതൽ ഓയിൽ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈ സ്കാൽപ്പാണ്. അപ്പോൾ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഇത്രയും ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഓയിലൊക്കെ തലയിൽ ഇടുമ്പോഴത്തേക്കും കൂടുതൽ ഇടുമ്പോഴത്തേക്കും നീരിറക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട, ആവശ്യത്തിന് കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് പ്രിപ്പയർ ചെയ്ത് തലയിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്കിനി തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ മുടിയിൽ സ്പ്ലിറ്റ്സ് എടുത്തിട്ടാണ് ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മുടിയിൽ സ്പ്ലിറ്റ്സ് എടുത്തിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈക്വലി എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സർക്കുലർ മോഷനിൽ പതിയെ അത് മസാജ് ചെയ്ത് കൊടുക്കുക. നെയിൽസ് വെച്ചൊന്നും കുത്തിപ്പിടിച്ച് ചെയ്യാൻ പാടില്ല, മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് പതുക്കെ സ്മൂത്തായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റായ പാല് എങ്ങനെയാണ് സ്കാൽപ്പ് എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ഈ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെ ലൂസൺ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിനെ ഫ്രഷ് ആൻഡ് ഹെൽത്തി ആക്കി വെക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ പാലിന് നമ്മുടെ സ്കാൽപ്പിന് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്തും അതുപോലെ തന്നെ മോയ്സ്ചറൈസും ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡ്രൈനെസ് ഒക്കെ മാറ്റി ഡെഡ് സ്കിൻസ് അക്യുമുലേഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞ് നല്ല ഹെൽത്തി സ്കാൽപ്പിന് ഇത് ഉപകരിക്കും. അപ്പോൾ പാല് നല്ലൊരു ഹെൽത്തി സ്കാൽപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള മുടിക്കും ഇനി വരാൻ പോകുന്ന മുടിക്കൊക്കെ നല്ലൊരു ബെറ്റർ എൻവയോൺമെൻറ്റ് നൽകാനും ഈ പാല് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്. മിക്കപ്പോഴും എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ പാല് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്കിലെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി. കോഫി ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. ഈ കോഫി പൗഡർ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോഗ്ഡ് പോഴ്സൊക്കെ അൺക്ലോഗ് ചെയ്യാൻ, അതായത് അടഞ്ഞ സുഷിരങ്ങളൊക്കെ തുറക്കാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫിനെയും ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഈ കോഫി പൗഡർ വളരെ യൂസ്ഫുള്ളാണ്. ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്കിൽ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ, പഞ്ചസാര. ഈ ഷുഗറിൻ്റെ ഗ്രാനുലാർ ടെക്സ്ചർ നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസിനെയും ഇതുവഴി ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെയും ഇച്ചിങ്ങിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസും പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ക്ലോഗ്ഡ് പോഴ്സിനൊക്കെ ഓപ്പൺ ചെയ്യാനും ഈ ഒരു ഷുഗർ വളരെ യൂസ്ഫുള്ളാണ്. ഈ ഒരു സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് കൊണ്ട് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുവഴി നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോക്കും ഇത് വഴിയൊരുക്കുന്നു. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതിട്ട് അധികം നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ചെയ്ത് കളയാം. അപ്പോൾ ഷാമ്പു ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷാമ്പു എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇപ്പോൾ ഷാമ്പു ഇടുമ്പോഴത്തേക്കും ഒരു മുടിക്കൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഷാമ്പുവിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഷാമ്പു ചെയ്ത് കളഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നിങ്ങളുടെ ഹെയറിന് കിട്ടുന്നതാണ്. എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തല നനയ്ക്കാറുള്ളൂ. അത് മെയിനായിട്ട് മിക്കവാറും അതൊരു ശനിയാഴ്ചയും ബുധനാഴ്ചയായിരിക്കും. ബുധനാഴ്ചയിൽ ഞാൻ ഹെയർ ഓയിൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്ത പോലെ ആ ഹെയർ ഓയിലിട്ട് മസാജ് ചെയ്ത് ഞാൻ തല കഴുകും. പിന്നെ ശനിയാഴ്ച ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ട്. ആ ഹെയർ പാക്ക് ഇട്ടിട്ട് ഞാൻ തല കഴുകും. അങ്ങനെ ആഴ്ചയിൽ ആ ഹെയർ ഓയിൽ മസാജും
ഈ പറഞ്ഞ ഹെയർ മാസ്ക്, മാജിക്കൽ ഹെയർ പാക്ക് തലയിലിട്ട് ചെയ്യണത് മാത്രമാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് ഞാൻ മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളൂ. എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്, അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ മന്ത്ലി ഈ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തലയിലൊക്കെ വേർപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ തല നനക്കണ പോലെ തല നനക്കാവുന്നതാണ്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തല നനക്കാറുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അടുത്ത ശനിയാഴ്ചയാണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു രീതിയിൽ വീക്ക്ലി ടൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ആദ്യത്തെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന വഴി നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലിയർ ആയിട്ട് ഓൾറെഡി ഉള്ള മുടിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മുടിക്കൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ മെയിൻ സ്റ്റെപ്പാണ് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾക്കറിയാം എൻ്റെ മുടി ആദ്യം എങ്ങനെ ഇരുന്ന് വെച്ചത്, ആ ഒരു മുടിയിൽ നിന്ന് ഈ ഇങ്ങനെ കാണുന്ന മുടിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്തത് ആ ഒരു ഒറ്റ മാജിക്കൽ ഹെയർ പാക്ക് കൊണ്ടാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.